ലെഫ്റ്റ് സൈഡ് വീടിന്റെ ഗേറ്റ് അടക്കം അമർന്നതാണ്. വഴിയില്ല. പുലർച്ച ഒരു 2 മണിയായിട്ടുണ്ടാവും. 2 മണി മുതൽ താൻ തുടങ്ങിയത് CCTV കാണുന്നത്. വഴി കൊടുത്ത നിഖിൽ അളവൂരുണ്ട് അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ. നിഖിൽ, എന്താണ് സാഹചര്യം? സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയാണോ പ്രതിപക്ഷ നേതാവ്? തീർച്ചയായും പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഈ വീടിന്റെ ഉടമസ്ഥരുമായും അതുപോലെ തന്നെ ഈ NHAയുടെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ നിർമ്മാണ കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധികളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരോടൊക്കെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ പ്രധാനമായും ഇതിന്റെ ഒരു ആശങ്ക വളരെ വലുതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ണിടിഞ്ഞ് താഴ്ന്നതോടുകൂടി വീടുകളിലേക്കുള്ള വഴിയില്ലാതാവുന്നു. നിലവിലുള്ള ഇടങ്ങളിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. ആ സാഹചര്യത്തിൽ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇനിയൊരു പരിഹാരമില്ലാതെ ഇവിടെയുള്ള ആളുകൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കൂടുതലിടങ്ങളിൽ ഇത്തരത്തിൽ മണ്ണ് ഇടിയുകയും ഇടിഞ്ഞ് താഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ വലിയ അപകടമാണ് ഈ പ്രദേശത്ത് കാത്തിരിക്കുന്നത്. ഇപ്പോഴേതായാലും ഈ നിർമ്മാണ കമ്പനിയുടെ വിശ്വസമുദ്ര എന്ന് പറയുന്ന ഈ റീച്ചിലെ ദേശീയപാതയുടെ നിർമ്മാണ കരാറെടുത്തിരിക്കുന്ന കമ്പനിയുടെ പ്രതിനിധികളോട് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്. ഒപ്പം നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരു വീടിന്റെ വഴി ഉൾപ്പെടെയാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആ വീട്ടുടമസ്ഥരുമായും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. ഒപ്പം നാട്ടുകാരോടൊക്കെയും ഇതിന്റെ എന്താണ് നിലവിലുള്ള ആശങ്ക, എന്താണ് ഇതിന്റെ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം ഇതിന് ഉണ്ടാക്കുക എന്നൊരു ഇടപെടലിലേക്ക് തന്നെയാണ് ഏതായാലും ഇപ്പോൾ പോകുന്നത്. അല്പസമയം മുൻപാണ് പിണറായി വിജയൻ ഈ എളയാവൂർ സൗത്തിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിയത്. ഈ സ്ഥലം നോക്കിക്കണ്ട് കാര്യങ്ങൾ കൂടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിക്കുന്നു. നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരോട് എന്താണ് ഇതിന്റെ ഒരു സാങ്കേതിക കാരണം, എന്താണ് ഇതിന്റെ ഒരു പരിഹാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ വീട്ടുടമസ്ഥനെ ഇപ്പോൾ വിളിച്ച് വീട്ടുടമസ്ഥനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ 2023 പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതാണ്. നിരവധി വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതും വീടുകൾ ഒഴിഞ്ഞു പോകേണ്ടതും ഒക്കെ സാഹചര്യം ഉണ്ടായതാണ്. ഇപ്പോൾ ആ വീട്ടുടമസ്ഥൻ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. 24, 25, 26 ഞാൻ കുറേ അത് കത്തി ചീഫ് മിനിസ്റ്റർ വരെ കത്ത് നോക്കി. എൻ്റെ പേര് വിമലിനാണ്. അപ്പോൾ 26 വന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും സംഭവം. പക്ഷെ എന്തെങ്കിലും ചെയ്തു 26 അങ്ങോട്ട് റോഡ് ഉണ്ടാക്കി തന്നെ. അപ്പോൾ അവർ കട്ടീന് ഈ കല്ലാണെന്നില്ല നല്ല തിക്കായിട്ട് വാള് കൊടുത്തു. ഇത് മറ്റേ റോളറിൽ വെച്ചിട്ട് അമർത്തുന്നുണ്ട്. സംഗതി പണി മോശമില്ല കാണുമ്പോൾ. വീട്ടിൽ റോഡായി 6 മാസമായിട്ട്. ഇന്നലെ പുറത്ത് വരുമ്പോൾ കംപ്ലീറ്റ് റോഡ് താണു. ഇപ്രാവശ്യം ഇടിഞ്ഞ് വീണില്ല.